കാതോട് കാതോരം പ്രക്ഷേപണത്തിന്റെ അനുഭവ സാക്ഷ്യങ്ങൾ. ആകാശവാണിയിൽ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് പ്രോഗ്രാംസായി വിരമിച്ച ഡി പ്രദീപ് കുമാർ. രണ്ട് വെള്ളിയാഴ്ചകൾ, ഒന്ന് 1992 മെയ് 8, അടുത്തത് 2021 ജൂലൈ 30. 29 വർഷവും 2 മാസവും നീണ്ടുനിന്ന എൻ്റെ റേഡിയോ കാലത്തെ ഇങ്ങനെ സംഗ്രഹിക്കാം. തൃശ്ശൂർ നിലയത്തിൽ നിന്ന് 1992 മെയ് 8 എൻ്റെ പ്രക്ഷേപണ ജീവിതം ആരംഭിക്കുന്നത്. അത് ഡൽഹി ആകാശവാണി ഡയറക്ടറേറ്റിൽ നിന്ന് ഇവിടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവുമായി ഞാൻ കേരള എക്സ്പ്രസ്സിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു. ഒരു ഷർട്ട് വാങ്ങി രാമവർമ്മപുരം എവിടെ എന്ന് കണ്ടെത്തി ഒരു ഓട്ടോറിക്ഷയിൽ ഇവിടെ വന്നിറങ്ങുമ്പോൾ ഉച്ച കഴിഞ്ഞ് 2:30 സമയം. എൻ്റെ 5ാമത്തെ ജോലി. അങ്ങനെ ആ വെള്ളിയാഴ്ച ഞാൻ ആകാശവാണിയിൽ ചേർന്നു. ആ ജോലിയിലങ്ങ് ഉറച്ചു. പ്രക്ഷേപകനാകും മുമ്പ് പത്രപ്രവർത്തകനും ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൽ ഉദ്യോഗസ്ഥനുമായിരുന്നു. ഡൽഹിയിൽ RNAയിൽ രജിസ്ട്രാർ ഓഫ് ന്യൂസ് പേപ്പേഴ്സിലെ ജോലി രാജിവെച്ചാണ് ഞാൻ തൃശ്ശൂർ ആകാശവാണിയിൽ പ്രക്ഷേപകനായി ചേരാൻ എത്തിയത്. തൃശ്ശൂർ നിലയത്തിലെത്തുമ്പോൾ MK ശിവശങ്കരനായിരുന്നു സ്റ്റേഷൻ ഡയറക്ടർ. ഏതാനും ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോയി. അവിടെ നിന്ന് VG മാത്യു എത്തി. മാത്യു വെള്ളിയാറമ്പത്ത് എന്ന അദ്ദേഹമാണ് എൻ്റെ പ്രക്ഷേപണ ഗുരുനാഥൻ. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് റേഡിയോ കേട്ട് സ്ഥിരമായി യുവവാണി പരിപാടികളിലേക്ക് കത്തുകൾ അയച്ചിരുന്നു. അന്ന് അദ്ദേഹമായിരുന്നു പരിപാടികളുടെ ചുമതല വഹിച്ചിരുന്നത്. അദ്ദേഹം എന്നെ ഒരു ദിവസം ഒരു പരിപാടിക്ക് ക്ഷണിച്ചു. അതൊരു ചർച്ചയായിരുന്നു. ആധുനിക യുഗത്തിൽ മതത്തിന് പ്രസക്തിയുണ്ടോ എന്നതായിരുന്നു ചർച്ച. തുടർന്ന് അദ്ദേഹം ഒട്ടേറെ പരിപാടികളിലേക്ക് എന്നെ ക്ഷണിച്ചു. VG മാത്യു എത്തിയുടൻ തൃശ്ശൂർ നിലയത്തിലെ യുവവാണി, സ്പോർട്സ്, കുട്ടികളുടെ പരിപാടി ഉൾപ്പെടെയുള്ള 3-4 പരിപാടികളുടെ ചുമതല അദ്ദേഹം ഏൽപ്പിച്ചു. അതുമാത്രമല്ല, നിലയം സന്ദർശിക്കാൻ എത്തുന്ന VVIPകൾ ഇപ്പോഴും ഓർക്കുന്നത് ജസ്റ്റിസ് കുമാരി P ജാനകിയമ്മ, ആനിത്തയിൽ ലീലാ ദാമോദര മേനോൻ, അവരെയൊക്കെ ഞാൻ വനിതകൾക്ക് വേണ്ടിയുള്ള പരിപാടികളിലെ ചർച്ചകളിൽ പങ്കെടുക്കാൻ വിളിച്ചിരുന്നു. അവരൊക്കെ വരുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച്, ഈ ഇരിക്കുന്ന ആളാണ് യുവവാണി പരിപാടികളിലേക്ക് കത്തുകൾ അയച്ച ശേഷം യുവവാണിയുടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവായ ആദ്യത്തെ ആൾ എന്ന് പറഞ്ഞ് ഈ കഥ മുഴുവൻ അദ്ദേഹം അവരെ വിവരിച്ച് കേൾപ്പിക്കുമായിരുന്നു. വളരെ പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് അദ്ദേഹം പരിപാടികൾ ചെയ്യാൻ എനിക്ക് നൽകിയത്. അക്കാലത്ത് വളരെ രസകരമായ ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. അതിൽ ഏറ്റവും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് കുട്ടികളുടെ പ്രോഗ്രാമായ ബാലമണ്ഡലത്തിൻ്റെ ഒരു ബാലകലോത്സവം അട്ടപ്പാടി അഗളി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തി. ജയ്പൂരിൽ നിന്ന് ആ കാലത്ത് തൃശ്ശൂർ ആകാശവാണിയിലേക്ക് വന്ന വലിയ സജ്ജീകരണങ്ങളുള്ള ഒരു OB വാനുമായിട്ടാണ് ഞങ്ങൾ പോയത്. ഞാൻ എൻ്റെ കൂടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിരുന്ന P പാച്ചും JK ഗീതയും ഒക്കെ ഉണ്ടായിരുന്നു. ഒട്ടേറെ കാലത്തിന് ശേഷം ആദ്യമായാണ് അഗളിയിൽ വെച്ച് ഒരു പരിപാടി ആകാശവാണി സംഘടിപ്പിക്കുന്നത്. അഗളിയിലെത്തിയപ്പം കമ്മ്യൂണിറ്റി ഹാളും അതിൻ്റെ പരിസര പ്രദേശങ്ങളും മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ് ആൾക്കാരുണ്ട്. പരിപാടി ഇങ്ങനെ പുരോഗമിച്ചിരിക്കെ ഞാൻ സ്റ്റേജിലുള്ള അപൂർവമായ ഒരു കാഴ്ച കണ്ടു. കുറേ കുട്ടികളെ സ്റ്റേജിൻ്റെ പുറകിൽ നിൽക്കാൻ സമ്മതിച്ചിരുന്നു. അവരുടെ ഒപ്പം വളരെ അച്ചടക്കത്തോടു കൂടി പരിപാടികളൊക്കെ കണ്ട് ഒരു നായയും ഉണ്ടായിരുന്നു. ആരൊക്കെയോ നായയെ മാറ്റണം എന്ന് പറഞ്ഞു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നായ അവസാനം വരെയും ആ സ്റ്റേജിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടേറെ രസകരമായ അനുഭവങ്ങൾ. ഞാൻ ഓർക്കുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന RM മനക്കലാത്തിനെ സ്റ്റുഡിയോയിൽ വിളിച്ചു വരുത്തി കുട്ടികൾ അദ്ദേഹവുമായി സംസാരിച്ചു. അന്ന് ശ്രദ്ധേയരായിട്ടുള്ള ഗ്രേസി പോലെയുള്ള, വിജയലക്ഷ്മി പോലെയുള്ള ആൾക്കാർ വനിതാ വേദിയിലും ബാക്കിയുള്ള പരിപാടികളിലും വന്നതും ഞാൻ ഓർക്കുകയാണ്. അവിടെ നിന്നാണ് കൊച്ചി ആകാശവാണിയിലേക്ക് മാറ്റി നിയമിക്കപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ FM നിലയമായ കൊച്ചി 1989 നവംബർ 1 ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 94 ഡിസംബറിലാണ് ഞാനും ദേവികുളത്ത് നിന്നും എൻ്റെ അതേ ബാച്ചിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവായ D പരമേശ്വരൻ പൊറ്റിയും, ഞങ്ങൾ രണ്ടുപേരും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ കാര്യവട്ടത്ത് പഠിച്ചവരാണ്. ഞങ്ങൾ രണ്ടുപേരെയും തസ്തിക സഹിതമാണ് അവിടെ നിയമിച്ചത്. കൊച്ചി FM നിലയം പൂർണ്ണ തോതിൽ
പ്രവർത്തന സജ്ജമാക്കി അതിൽ ഒരു എളിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രക്ഷേപണ ജീവിതത്തിലെ വലിയ സംതൃപ്തികളിൽ ഒന്ന്. ഇതേപോലെ തന്നെ മഞ്ചേരി FM നിലയത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെയും പ്രാരംഭ പ്രക്ഷേപണത്തിൻ്റെയും ചുമതല കോഴിക്കോട് ആകാശവാണിയിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിരുന്നപ്പോൾ എനിക്ക് ലഭിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടറായി 2016 സെപ്റ്റംബറിൽ ഞാനിവിടെ ചെന്നതിന് ശേഷമാണ് പൂർണ്ണതോതിൽ മഞ്ചേരി FM പ്രവർത്തനക്ഷമമാക്കുവാൻ സാധിച്ചത്. അതൊക്കെ പ്രക്ഷേപണ ജീവിതത്തിലെ വലിയ ധന്യതകളായി കണക്കാക്കുന്നു. കണ്ണൂർ ഒഴികെയുള്ള എല്ലാ നിലയങ്ങളിലും ഇക്കാലത്തിനിടയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. റേഡിയോ പുതുകാലത്ത് ഇൻറ്റിമേറ്റ് മാധ്യമം എന്ന രീതിയിൽ അതിൻ്റെ അസ്തിത്വം ഉറപ്പിച്ച് മുന്നോട്ട് പോകും. ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് ലോകമെമ്പാടും ഓരോ റേഡിയോ നിലയത്തിനും ശ്രോതാക്കളുണ്ട്. ഈ വിശ്വാസ്യതയും ഇൻറ്റിമസിയും വേറെ ഒരു മാധ്യമത്തിനും ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടില്ല. റേഡിയോയുടെ മൂലധനവും മുന്നോട്ടുള്ള പോക്കിന് ഊർജവും ഇതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ.